നമസ്കാരമുണ്ട് എല്ലാവർക്കും, നല്ലൊരു ശുഭദിനം നേരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കുന്ന് നമ്മൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. കപാല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ഒറ്റയ്ക്കുള്ള നീക്കമാണ്, പക്ഷേ ഏറ്റവും ചിലവ് കുറഞ്ഞ് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഞങ്ങളവിടെ നിന്ന് മെട്രോ കിട്ടും. എന്നിട്ട് അവരുടെ മെയിൻ സ്റ്റേഷനുണ്ട്. ആ മെയിൻ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ കപാലയ്ക്കുള്ള ട്രെയിനുണ്ട്. 7:30-ക്കാണ് ട്രെയിൻ. 15 മന്നത്തെന്ന് പറഞ്ഞത്. അതായത് നാട്ടിലെ 15x5 അല്ലെങ്കിൽ ദുബായിലെ ഒരു 30 ദിറം. ഒരു 3.5 മണിക്കൂർ ജേണി ഉണ്ട്. അടിപൊളി സ്ഥലമാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്കുള്ള നീക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ആദ്യം മെട്രോ, അവിടുന്ന് പിന്നെ മെയിൻ സ്റ്റേഷൻ, അത് കഴിഞ്ഞ് നമ്മൾ കപാല. അപ്പോൾ പറഞ്ഞ പോലെ അപ്പോൾ നമ്മളോടൊപ്പം വരിക, കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ശരി കേട്ടോ. 28 മെയ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ. 2-3 ട്രെയിനുകൾ മാറി കയറാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കയറാനുള്ള സ്റ്റേഷനാണ് ടിക്കറ്റ് ഓഫീസ്. അപ്പോൾ ടിക്കറ്റ് കിട്ടി. അപ്പോൾ വേഗം കൂടിയാണ്, കാരണം 7:30-ക്കാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. ട്രെയിൻ നിൽക്കണത് ഇപ്പോൾ വേണ്ട, ട്രെയിനാട്ടാ. ഡബിൾ ലൈനാണ്, മുകളിലടിയിലായിട്ടാണ്. ടിക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ അവർ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുകളിലേക്ക് കയറുകയാണ്, അടിയിൽ വേറെ ആൾക്കാർക്കാന്ന് പറഞ്ഞത്. നമ്മുടെ സീറ്റ് അപ്പോൾ 19A നമുക്ക് കിട്ടി. നമുക്ക് ചില്ലിൻ്റെ അടുത്ത് തന്നെയുള്ള സീറ്റ് കേട്ടോ. അപ്പോൾ ഇരിക്കാനുണ്ടോ. ട്രെയിൻ അങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ ട്രെയിൻ എക്സ്പീരിയൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. അത് വെല്ലാണ് കേട്ടോ, എണ്ണ എടുക്കുന്ന വെല്ലാണ്. കാണാണ്ടോ നമുക്ക്? ഇതായി കാണുന്നതൊക്കെ എണ്ണ എടുക്കുന്നതാണ്. അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും 24 hours. ചെറിയൊരു പാൻട്രി ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ഒരു ചായ കുടിക്കാൻ പറ്റും. ചായ കിട്ടിയിട്ടോ, ചായ ഒന്ന് കുടിക്കാൻ വെച്ച് ഇവിടെ എത്താറാകുമ്പോഴേക്കും നമ്മളപ്പോൾ നേരത്തെ കണ്ട ആ ഒരു സീനിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് പച്ചപ്പായ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള കൊറോസും ചീസ് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് കൂടിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇത് ഈ കാണുന്നത് ഇതാണ് നമ്മുടെ അനാറിൻ്റെ തോട്ടാണ് ഈ കാണുന്നത്. എല്ലാം പൂവുണ്ടായി, ചെറുതായിട്ട് കായകളുണ്ടായി വരുന്നുള്ളൂ. ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിലത്തെ ഇതട്ടോ, വാഷ്റൂമും അടിപൊളി സെറ്റപ്പ്. എല്ലാം സെൻസർ വെച്ചിട്ടുള്ളതാണ്, ചൂടാക്കാനും ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിട്ടുള്ളൊരു യാത്രയാണ് കപാലയ്ക്കുള്ളത്. ഒരു 3-3.5 മണിക്കൂർ നമുക്ക് എത്തേണ്ട സമയമുണ്ട്. 3.5 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇവിടുന്ന് കപാല എത്താൻ, അതായത് ബാക്കുന്ന് കപാല എത്താൻ. നല്ലൊരു എക്സ്പീരിയൻസാണ്. മറ്റുള്ള കാറുകളിൽ പോണേക്കാളും നല്ലത് ഇവിടെ വന്ന് ഇതുപോലെ ട്രെയിൻ പിടിച്ച് പോവുകയാണെങ്കിൽ നല്ല സർവീസ്, നല്ല ക്ലീൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളൊരു എക്സ്പീരിയൻസ് നടത്തണം. കപാല എത്തി എന്ന് തന്നെ പറയാം. അപ്പോൾ കപാല സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇച്ചെടുത്തു. ഇനി നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. എല്ലാവരും സ്റ്റഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ ഇറങ്ങണ പോലെ എല്ലാവരും അവരവരുടെ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നിപ്പോൾ കപാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാൻ പോവാണ്.
അങ്ങനെ ഗബാല സ്റ്റേഷൻ എത്തി. ഉണ്ട് ഇപ്പം മഴയത്ത് അങ്ങോട്ട് ഓടേണ്ടി വരും എന്തായാലും. അപ്പോൾ ഗബാലയിൽ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? അത്യാവശ്യം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗ്രാമത്തിലെ ആൾക്കാരെ കാണുന്ന ഒരു പ്രതീതി ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ഇവിടെ കാത്തിക്കുന്നുണ്ട് അവർ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം. ആളുടെ അപ്പാപ്പനാ. അപ്പോൾ ആ കുട്ടീനെ കണ്ടപ്പോൾ അപ്പോൾ അവരുടെ സന്തോഷം അവർ പറഞ്ഞറിയിക്കുകയാണ് അവരുടെ പേരക്കുട്ടികളൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ നമ്മൾ ബോൾട്ടാണ് ബുക്ക് ചെയ്യുന്നത്. ബോൾട്ടിൽ 12:50 12.50 മന്നാത്താണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കൂടി ഉണ്ട്, ആളുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഷെയർ ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്. ഡ്രൈവർ എത്തിയിട്ടാ. ഡ്രൈവർ ഇതാ. നമുക്ക് ടി വിയും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒപ്പമുള്ള ആളും ചെറിയൊരു വ്ളോഗറാണ്. ആൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് കൂടുതലും യാത്രകൾ ഉണ്ടാവാറ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചെറിയൊരു മഴയുണ്ട്. 12:50 കൊടുക്കണം നീ. മഞ്ഞിറങ്ങിയിരിക്കണമെങ്കിൽ വാട്ട് ബ്യൂട്ടിഫുൾ യാർ. ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആട്ടാ. നമ്മളിതിപ്പോൾ അവിടേക്ക് എത്താറായിട്ടുണ്ടാവും. മൗണ്ടൻ റിസോർട്ട് തുണ്ടഫാം അങ്ങനെ ഒരു അടിപൊളി സ്ഥലമാണ്. അവിടെ കേബിൾ കാർ ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോകാനുള്ള അപ്പോൾ നല്ല വ്യൂ ആയിരിക്കും എന്തായാലും. എന്ത് മഞ്ഞും മഴയും സൂപ്പറായിരിക്കും. നമ്മളിത് ഇനിയിപ്പോൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ. ചെറുതായിട്ട് മഴയുണ്ട്. ഛത്രിയില്ല, കുട കൊടുത്തിട്ടില്ല. കൊണ്ടിട്ടാന്നൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക്. നമ്മൾ തകർക്കാണ്. അവനും മഴ വെള്ളമുണ്ട്. കുറച്ചേരം നിൽക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം തണുപ്പുണ്ട്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. ഒന്നും നോക്കാമല്ല, നമ്മൾ അതിലേക്ക് പോകാനുള്ള പരിപാടി നോക്കുകയാണ്. ടിക്കറ്റ് ലേ നബി നോക്കാല. മഴ കൊണ്ടിട്ട് ഓടുകയാണ് കേട്ടോ. കാരണം അധികം മഴ കൊണ്ടുകഴിഞ്ഞാൽ ഞാൻ നാളെ പണിക്ക് പോകാൻ പറ്റില്ല. ഒരാൾക്ക് 21 മന്നാത്തിന് 2 റൈഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ്. സംഭവം പൊളിയാണ്. അധികം ഇതില്ല, റേറ്റ് അധികം കൂടുതലല്ല. അപ്പോൾ അത് നമ്മുടെ 2 ടിക്കറ്റ് നമ്മൾ ആൾക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യാണ്. വണ്ടി വരുന്നുണ്ട്. അതാണ് നമ്മുടെ വണ്ടി. ബൈൽ കയറും. ആളാണ് ഓപ്പറേറ്റർ. യുവർ നെയിം നോഹമ്മദ്. ആളാണ് ഇവിടുത്തെ ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ കയറാണ്. ചൊസ്സ. അപ്പം നമ്മൾ കയറിയല്ലോ. നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വേറെ വണ്ടി ഇറങ്ങിയും വരുന്നുണ്ട്. പുറത്ത് വെള്ളം ഇങ്ങനെ നിൽക്കുന്ന കാരണം അധികം കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. പക്ഷെ നമുക്ക് ഇവിടെ ആസ്വദിക്കാനുള്ള അടിപൊളിയാണ് കേട്ടോ സംഭവം.
സ്റ്റേഷൻ എത്തിയിട്ടോ. ഇവിടെ നിന്ന് കുറച്ച് നേരം ഇറങ്ങി നിൽക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. കണ്ട് ഇറങ്ങാം. അപ്പം നമ്മൾ ഇറങ്ങാണ്. ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കി നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. തോടെ കടുപട് അപ്പം നമ്മളൊന്ന് മുകളിലേക്ക് കയറിയിട്ടൊന്ന് നോക്കി നോക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നോക്കിയോട്ടെ. गिर जाएगा. ചുറ്റിലും പൂക്കളാണ് കേട്ടോ. ഓ ഇവിടെ നിന്നുള്ള വ്യൂ ഇപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ടോപ്പ് പൊസിഷനിൽ വന്നിരിക്കുകയാണ്. കൂടുതലും മഞ്ഞാണ്. മഞ്ഞും പിന്നെ മഴയും പെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ ഒരു പൂതിയായിരുന്നു ഇവിടെ മുണ്ടെടുത്ത് നടക്കുന്നത്. അപ്പോൾ മുണ്ടെടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച്. സംഭവം പൊളി വൈബാണ്. പക്ഷെ മഞ്ഞിറങ്ങിയപ്പോൾ അധികം കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല. പക്ഷെ മഞ്ഞാണ് കൂടുതൽ. സംഭവം പൊളിയാണ്. പൂക്കൾ നല്ല ഹൈലൈറ്റുണ്ട്. സൂപ്പർ പൂവാണ്. മണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ. നമ്മൾ ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് കയറാം എന്തായാലും. അപ്പോൾ നമ്മളിതിൽ കയറുകയാണ് അടുത്തതിലേക്ക് കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പോൾ രണ്ടാമത്തേതിൽ ഒരു മിഡിൽ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. കുറച്ചുകൂടി മുകളിലേക്ക് പോകാണ്ടെന്ന് തോന്നുന്നു. ഇവിടെയും ഭയങ്കര മഞ്ഞും മഴയാണ് കേട്ടോ ഉള്ളത്. എടുക്കുക
എന്നിട്ട് പോരുക എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു രക്ഷയില്ല, ഭയങ്കര മഴയായി. എന്തൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണോടോ. ഇതുപോലെയൊക്കെ സ്ഥലങ്ങളുണ്ടല്ലോ ദുനിയാവിൽ. ഈ ദുനിയാവിൽ ഇതുപോലെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു വ്യൂ നമുക്ക് എന്താ പറയുക, ജീവിതത്തിൽ ആസ്വദിക്കേണ്ട ഒരു സംഭവങ്ങളാണ്. നമ്മളൊക്കെ നാട്ടിലിരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക സമയം കളയുമ്പോൾ ഇറ്റ്സ് എ ഹെവൻ, വി ക്യാൻ സേ ദിസ് ഇസ് എ ഹെവൻ. ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ് കേട്ടോ. അത്രയും കിട്ടില്ല വ്യൂസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ല, മഴയാണെന്നുണ്ടെങ്കിലും സംഭവം പൊളിയാണ്. ഇവിടെ അസർബൈജാനി ഫാമിലിയാണ്, അവരെല്ലാവരും ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനികളെ കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക വൈബാണ്. നമ്മുടെ മലയാളികളെ എവിടെ പോയാലും കാണാൻ പറ്റില്ല. വരിക ആഷിഖ് മലപ്പുറം, വാ. അടുത്ത ആള് അപ്പൊ നമ്മുടെ മലയാളികളെ എവിടെ പോയാലും കിട്ടും, എവിടെ പോയാലും കിട്ടും. ചന്ദ്രനിൽ പോയാലും മലയാളികളെ ഇടുന്നതാണ്. അപ്പൊ ഇവര് മലപ്പുറത്തുള്ളവരാണ്. നിങ്ങൾ ദുബായിലാണോ? സൗദിയിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഇവരൊക്കെ പരിചയപ്പെട്ട് എല്ലാവരും ഹാപ്പിയാണ്. കുക്ക് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ ദിവസം കൂടാ. നിങ്ങൾ എത്ര ദിവസം ഉണ്ട്? അപ്പൊ ആദ്യത്തെ ട്രിപ്പാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല വെതറാണ്. ഇപ്പോൾ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളോടൊപ്പം നമ്മുടെ മലയാളി ചങ്ക് ഫ്രണ്ട്സുകളുണ്ട്. അങ്ങോട്ട് പോയില്ലേ? മോളിക്ക് പോയില്ലേ? അരുവികളുണ്ട് ചെറിയ സന്തോഷവാർത്ത നിങ്ങൾക്ക് പറയാണ്ട്. എൻ്റെ ഇൻ്റർനെറ്റ് കഴിഞ്ഞു, നമ്മുടെ മലയാളികൾ കിട്ടി. അപ്പോൾ അവർ ഓൾറെഡി കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊപ്പം കൂടുകയാണ്. അപ്പോൾ അവരോടൊപ്പം നീ അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ദൈവം എല്ലായിടത്തും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കും അതൊക്കെ കറക്റ്റ് ടൈമിലാണ്ട് എത്തിക്കും. അപ്പോൾ നമ്മളിതാ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വാട്ട് ഈസ് ദാറ്റ്? വേർ വിൽ ഗോ? റെസ്റ്റോറൻറ്റ്. ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിരിക്കും.